പല്ല് കെട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്. കാരണം എൻ്റെ അടുത്ത് പല്ല് കിട്ടാൻ വരുന്നവരും പലരും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തീർക്കണം, പക്ഷേ ഒരു വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റ് തീരുന്നില്ല. അപ്പോൾ അവർ പറയും, 1 വർഷം കൊണ്ടല്ലേ ഡോക്ടറെ പല്ല് കെട്ടി തീർക്കാമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ 1.5 വർഷം കൊണ്ടല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അവർ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഫെയിലിയേഴ്സ്, അല്ലെങ്കിൽ മാസം കറക്റ്റായിട്ട് വരാതിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വയർ ബ്രേക്കേജ് വരുന്നത്, ബ്രാക്കറ്റ്സ് പൊട്ടിപ്പോകുന്നത്, ഇതൊന്നും അവർ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചെറിയ ടിപ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സുഗമമായിട്ട് വേദനയില്ലാതെ ട്രീറ്റ്മെൻറ്റ് തീർക്കാനും അത് സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ തീർക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വൺസ് ബ്രാക്കറ്റ് ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബ്രാക്കറ്റ്സ് ഒട്ടിച്ച പല്ലുകൾ വെച്ച് ഒന്നും ചവയ്ക്കാതിരിക്കുക, പ്രത്യേകിച്ച് പഴം പോലും. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രാക്കറ്റ്സ് ഡീബോണ്ട് ചെയ്യാതെ പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമത് വരുന്ന ഒരു സംഗതി, നമ്മൾ ബ്രഷിങ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ 2 നേരം കറക്റ്റായിട്ട് ബ്രഷ് ചെയ്യുക. അതിന് സ്പെസിഫിക്കലി അതിന് തന്നെയായിട്ട് ഓർത്തോ ബ്രഷ് മേടിക്കാൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ സോഫ്റ്റ് ബേബി ബ്രഷ് വെച്ച് റൗണ്ടായിട്ട് ബ്രഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമൽ ബ്രഷ് ചെയ്യുന്ന പോലെ അപ്പ് ആൻഡ് ഡൗൺ അല്ല ചെയ്യേണ്ടത്, ഓരോ ബ്രാക്കറ്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ടായിട്ട് ബ്രഷ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നന്നായിട്ട് സ്വിഷ് ചെയ്യുക. സ്വിഷ് ചെയ്യുക എന്ന് വെച്ചാൽ പല്ല് കടിച്ചു പിടിച്ചിട്ട് നന്നായിട്ട് കുലുക്കുഴിയുക. അപ്പോൾ ബ്രാക്കറ്റ്സിന് ചുറ്റുമുള്ളതും പല്ലിൻ്റെ ഇടയ്ക്കും ഇരിക്കുന്ന ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ പോകാനായിട്ട്, അത് നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് അതുകൊണ്ട് സാധിക്കും. മൗത്ത് വാഷുകൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഉപ്പുവെള്ളം, ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് വാ കഴുകുക, ഇത് ചെയ്യാവുന്നതുള്ളൂ വീട്ടിലുള്ള സമയത്താണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ്സിൻ്റെ സൈഡിൽ ഭക്ഷണത്തിന് അംശം പറ്റിപ്പിടിച്ചിരുന്നിട്ട് ഈ വയർ ഇടുന്നത്, നമ്മൾ കമ്പി ഇടുന്നത്, ബ്രേക്കേജ് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കും. അതുകൂടെ തന്നെ ഫ്ലൂറൈഡ് ബ്രഷുകൾ, പേസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ്സ് മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡീബോണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈറ്റ് പാച്ചസ് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾ സൂക്ഷിക്കും. നമ്മൾ എപ്പോഴെങ്കിലും പല്ലിന് വേദനയോ അല്ലെങ്കിൽ മോളാർ ബാൻഡ്സ്, നമ്മൾ അണപ്പല്ലിലിടുന്ന റിങ് പോലുള്ള ബാൻഡ്സിൻ്റെ അവിടെ വേദന വരുമോ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ടൈം ഡിലേ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് തീർക്കാൻ സാധിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റ് ടൈമിൽ എന്ന് വെച്ചാൽ മന്ത്ലി, 1 മാസം പോലും ആവുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് കാണിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ ടൈമിൽ വിസിറ്റ് മുടങ്ങാതെ കാണിക്കുക എന്നുള്ളതാണ്. ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതും കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒരു 90% തന്നെ ഒഴിവാക്കി നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ പല്ല് കെട്ടാൻ സാധിച്ച് പല്ല് ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തീർക്കാൻ സാധിക്കും. താങ്ക് യു.